ഹായ്, വെൽക്കം ടു ലാഷ് ക്ലാസ്. BA സോഷ്യോളജി തേർഡ് സെമിസ്റ്ററിൽ വരുന്ന സോഷ്യോളജിക്കൽ തിയറിയിലെ മൂന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് കൂടി ഉപയോഗിക്കാൻ കഴിയാവുന്ന അതിൽ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. മാർക്സ് ഒരു സോഷ്യോളജിസ്റ്റ് എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളുടെയൊക്കെ പിതാവ് എന്നറിയപ്പെടുന്ന കാൾ മാർക്സിൻ്റെ തിയറിയാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാറുള്ളത്. മാർക്സ് സ്വയം സോഷ്യോളജിസ്റ്റ് എന്ന് കണക്കാക്കിയിരുന്ന ഒരാളല്ല. ആദ്യകാലത്തെ മറ്റ് സോഷ്യോളജിസ്റ്റുകളും മാർക്സിനെ ഒരു സോഷ്യോളജിസ്റ്റായി പരിഗണിച്ചില്ല. മാർക്സ് തുടക്കത്തിൽ സോഷ്യോളജിസ്റ്റ് എന്നറിയപ്പെടുന്ന ആളല്ല, ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, തത്വചിന്തകൻ എന്നൊക്കെയാണ് അദ്ദേഹം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം സ്വയവും മറ്റുള്ളവരും അദ്ദേഹത്തെ അങ്ങനെയാണ് കണക്കാക്കിയിരുന്നത്. പിന്നീടാണ് അദ്ദേഹം സോഷ്യോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ പഠിക്കപ്പെട്ടു തുടങ്ങിയത്. നിരാകരണത്തിൻ്റെ കാരണങ്ങൾ. ഇനി എന്തുകൊണ്ടാണ് മാർക്സിനെ ഒരു സോഷ്യോളജിസ്റ്റായിട്ട് കണക്കാക്കാതിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. മറ്റ് സാമൂഹിക മാനദണ്ഡങ്ങൾക്ക് മുകളിൽ സാമ്പത്തിക ഘടകത്തിന് പ്രാധാന്യം നൽകി. ഇനി മറ്റ് മാനദണ്ഡങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസം, സമൂഹത്തിലെ പദവിയുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ സാമ്പത്തിക ഘടകത്തിന് മാത്രമാണ് മാർക്സ് പ്രാധാന്യം നൽകിയിരുന്നത്. അതാണ് ഒരു കാരണം. മറ്റ് സോഷ്യോളജിസ്റ്റുകൾ സമാധാനപരമായ സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടി സംസാരിച്ചപ്പോൾ മാർക്സ് വിപ്ലവത്തിന് വേണ്ടി വാദിച്ചു. ഇനി മറ്റ് സോഷ്യോളജിസ്റ്റുകളെ സംബന്ധിച്ചിട്ട് പ്രധാനമായിട്ട് അവർ സമൂഹത്തിനെ പഠിക്കുക, സമൂഹത്തിനെ വിലയിരുത്തുക, അതിനെക്കുറിച്ച് എഴുതുക എന്നുള്ള കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. മാർക്സ് പക്ഷേ സമൂഹത്തിനെ മാറ്റുക എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി മറ്റ് സോഷ്യോളജിസ്റ്റുകൾ സാമൂഹിക പരിവർത്തനത്തിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതൊരു സമാധാനപരമായിട്ടുള്ള രീതിയിലാണെങ്കിൽ മാർക്സ് ഒരു വിപ്ലവത്തിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഒരു കാരണം. മാർക്സിന്റെ വൈരുദ്ധ്യ ചിന്താഗതി മറ്റ് സോഷ്യോളജിസ്റ്റുകളുടെ കാര്യം കാരണം എന്ന ലളിത സമീപനത്തിനോട് ചേർന്നു പോയില്ല. ഇനി മറ്റുള്ള സോഷ്യോളജിസ്റ്റുകളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ഒരാളുടെ വിദ്യാഭ്യാസം, അതല്ലെങ്കിൽ ഒരാളുടെ സാമൂഹിക പദവി, അല്ലെങ്കിൽ പദവിയുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ടുള്ള ഈ കാരണം കൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ള ഒരു തിയറിനെ അപേക്ഷിച്ച് മാർക്സിന്റെ തിയറി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, വൈരുദ്ധ്യാത്മക തിയറിയാണ്. അത് മറ്റുള്ളവരുടെ തിയറിയുമായിട്ട് ചേർന്നു പോയില്ല. ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് തുടക്കത്തിൽ മാർക്സിനെ ഒരു സോഷ്യോളജിസ്റ്റായിട്ട് പരിഗണിക്കാതിരുന്നത്. വൈരുദ്ധ്യാത്മക ചരിത്ര ഭൗതികവാദം. ഇനി മാർക്സിന്റെ സിദ്ധാന്തങ്ങൾ പ്രധാനമായിട്ടുള്ളതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ചരിത്ര ഭൗതികവാദവും. യാഥാർത്ഥ്യം മനുഷ്യരുടെ സങ്കല്പങ്ങളുടെ സൃഷ്ടിയാണെന്ന ആദർശവാദത്തെ അദ്ദേഹം നിരാകരിച്ചു. ഇനി ഭൗതികവാദം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ആദർശവാദത്തിനുള്ളൊരു ബദലായിട്ടാണ്. അതായത് മാർക്സ് ജീവിച്ചൊരു കാലഘട്ടം നമ്മൾ ഓർക്കണം. 250 വർഷം മുമ്പ് ജീവിച്ചിട്ടുള്ള അദ്ദേഹം അന്നത്തെ കാലത്ത് ആദർശവാദം എന്നുള്ളൊരു സിദ്ധാന്തം ഉണ്ടായിരുന്നു. അതായത് നമുക്കറിയാം, നമ്മൾ വസ്തുക്കൾ കാണുന്നത് പോലെയല്ല മറ്റുള്ള മൃഗങ്ങൾ വസ്തുക്കൾ കാണുന്നത്. ഇപ്പോൾ നമുക്കറിയാം, രാത്രി കാണുന്നവരുണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല, കളറുകൾ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശബ്ദം കേൾക്കുന്നത് പോലെയല്ല മറ്റുള്ള ജീവികൾ കേൾക്കുന്നത്. അത് കാരണം കൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മൾ സൃഷ്ടിക്കുന്നതാണ് എന്നുള്ള തരത്തിലാണ്. യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യം ഇതല്ല എന്നുള്ളൊരു വാദഗതിയാണ് ആദർശവാദം. അതിനെ അദ്ദേഹം എതിർത്തു. മനുഷ്യർ തങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾക്കായി ഭൗതിക വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നിലയ്ക്ക് അദ്ദേഹം ഭൗതികവാദം മുന്നോട്ട് വെച്ചു. മനുഷ്യർ എന്ന് പറയുന്നത് ഭൗതികമായിട്ട് ജീവിക്കുന്നവരാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നു, വസ്ത്രം ഉണ്ടാക്കുന്നു, പാർപ്പിടമുണ്ടാക്കുന്നു. ഇതൊക്കെ ഭൗതികം, അതായത് മെറ്റീരിയൽസ് ആണ്. അതുകൊണ്ട് മെറ്റീരിയലിസം അല്ലെങ്കിൽ ഭൗതികവാദം എന്ന് പറയുന്ന ഒരു ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഉൽപാദനത്തിനായി മനുഷ്യർ സമൂഹത്തിൽ പരസ്പരം ആശ്രയിക്കുന്നു. ഇനി പണ്ട് കാലത്ത് മുതൽ നമുക്കറിയാം, ഇപ്പോൾ കൃഷിയാണെങ്കിലും വേട്ടയാടുകയാണെങ്കിലും ഇന്നത്തെ സമൂഹത്തിലാണെങ്കിലും ആളുകൾ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് പരസ്പരം ആശ്രയിച്ചുകൊണ്ടാണ് സമൂഹത്തിൽ ജീവിക്കുന്നത്. കാലം മാറുന്നതിനനുസരിച്ച് ഉൽപാദന ബന്ധങ്ങളിലും അതിനനുസരിച്ച് സാമൂഹിക ഘടനയിലും മാറ്റം വരുന്നു. നമുക്കറിയാം, ആദ്യകാലത്ത് ജന്മി കുടിയാൻ എന്നുള്ളൊരു ബന്ധമാണെന്നുണ്ടെങ്കിൽ ഇന്ന് മുതലാളി തൊഴിലാളി എന്നുള്ളൊരു ബന്ധമാണ്. അതുപോലെ തന്നെ പഴയ കാലം മുതൽ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതനുസരിച്ച് ഉൽപാദന ബന്ധങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സാമൂഹിക ബന്ധങ്ങളുടെയും രാഷ്ട്രീയ നിയമ സംവിധാനങ്ങളുടെയും അടിസ്ഥാനം സാമ്പത്തിക സ്ഥിതിയാണ്. ഇനി മാർക്സിന്റെ തിയറിയിൽ പ്രധാനമായിട്ട് പറയുന്നത് എല്ലാത്തിൻ്റെ അടിസ്ഥാനം സാമ്പത്തിക സ്ഥിതിയാണ്. ഒരു സമൂഹത്തിൻ്റെ രാഷ്ട്രീയം, അവിടുത്തെ നിയമങ്ങൾ, അവിടുത്തെ എല്ലാ സംവിധാനങ്ങളുടെ അടിസ്ഥാനം സാമ്പത്തിക സ്ഥിതിയാണ്. അതായത് ഇപ്പോൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് സമ്പത്ത് കൂടുതൽ ഉള്ള ആളുകളായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ സമ്പത്താണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്നുള്ള രീതിയിലാണ് മാർക്സ് പറയുന്നത്. സാമൂഹിക ഘടനയുടെയും മാറ്റത്തിൻ്റെയും അടിസ്ഥാനമായി സാമ്പത്തിക ശക്തിയെ പരിഗണിക്കുന്നതാണ് ചരിത്ര ഭൗതികവാദം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം അല്ലെങ്കിൽ ചരിത്ര ഭൗതികവാദം എന്ന് പറയുന്ന തിയറിയുടെ
ഒരു ഉള്ളടക്കം ഇതാണ്: സമൂഹത്തിൻ്റെ ഘടനയുടെയും മാറ്റത്തിൻ്റെ എല്ലാം അടിസ്ഥാനമായിട്ട് സാമ്പത്തിക ശക്തിയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് മാർക്സിൻ്റെ ഈ തിയറിയിൽ പറയുന്നത്. വർഗവും വർഗസമരവും ഇനി മാർക്സിൻ്റെ അടുത്ത പ്രധാനമായിട്ടുള്ള തിയറിയാണ്. മുതലാളിത്ത സമൂഹത്തിൽ തൊഴിലാളികൾ, മുതലാളികൾ, ഭൂ ഉടമകൾ എന്നീ 3 വിഭാഗങ്ങളാണുള്ളത്. അപ്പോൾ സമൂഹത്തിലെ ആളുകളെ മാർക്സ് 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: മുതലാളികൾ, തൊഴിലാളികൾ, ഭൂ ഉടമകൾ. മുതലാളികളും ഭൂ ഉടമകളും ചേർന്നതാണ് ബൂർഷ്വ വിഭാഗം. മാർക്സിന്റെ തിയറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ബൂർഷ്വ എന്ന് പറയുന്നത്. അതിനർത്ഥം മുതലാളികളും ഭൂ ഉടമകളും ചേർന്നിട്ടുള്ള വിഭാഗമാണ്. ഇനി അതല്ലാത്തത് തൊഴിലാളികളും. സമ്പത്ത് ഒരു വിഭാഗത്തിൽ കേന്ദ്രീകരിക്കുന്നതോടെ താഴെ തട്ടിലുള്ള ജനവിഭാഗം തൊഴിലെടുക്കുന്നവർ മാത്രമായി മാറുന്നു. നമ്മൾ മറ്റ് തിയറികളിലും പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു വ്യക്തിയിൽ സമ്പത്ത് കേന്ദ്രീകരിക്കുന്ന സമയത്ത് അയാളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവർക്ക് നല്ല ബിസിനസ് തുടങ്ങാൻ വേണ്ടി സാധിക്കും. അങ്ങനെ കാലക്രമേണ സമ്പത്ത് കൂടുതലായിട്ട് ചില വ്യക്തികളിൽ മാത്രം ഒതുങ്ങുകയും ചില വ്യക്തികൾ പാവപ്പെട്ടവരായിട്ട് തൊഴിലെടുക്കുന്നവരായിട്ട് മാറുകയും ചെയ്യുന്നതാണ് മാർക്സ് പറയുന്നത്. വർഗങ്ങൾ തമ്മിൽ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന സംഘർഷമാണ് വർഗസംഘർഷം. വർഗസംഘർഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർഗസമരം എന്ന് പറയുന്നത്, ഈ മുതലാളി വർഗവും തൊഴിലാളി വർഗവും അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന സംഘർഷങ്ങളാണ്. ഇപ്പം നമുക്കറിയാം, പണ്ട് കാലത്ത് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന് പറയുന്ന ഒരു സംവിധാനവും, അതുപോലെ ഇന്നത്തെ കാലത്തും ആ രീതിയിൽ ഈ കൂലിയെ സംബന്ധിച്ചും മറ്റൊക്കെ ഉണ്ടാകുന്ന തർക്കങ്ങളും സംഘർഷങ്ങളൊക്കെയാണ് വർഗസംഘർഷം എന്ന് പറയുന്നത്. വർഗ സംഘർഷത്തിൽ തൊഴിലാളികൾക്ക് സ്വത്വബോധം നിർണായകമാണെന്ന് മാർക്സ് പറയുന്നു. ഇനി സമൂഹത്തിൽ ആളുകൾ മുതലാളികളും തൊഴിലാളികളും ആണെങ്കിലും ഈ തൊഴിലാളികളെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് അവബോധമുള്ളവരായിരിക്കണം എന്നില്ല. അവർക്ക് തങ്ങൾ ഇങ്ങനെ ഈ തൊഴിലാളി വിഭാഗത്തിലാണ് വരുന്നതെന്നും തങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടണം എന്നുള്ള ഒരു ബോധം ഉണ്ടെങ്കിൽ, ഒരു തൊഴിലാളി ബോധം ഉണ്ടെങ്കിൽ മാത്രമാണ് സമൂഹത്തിന് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് മാർക്സ് പറയുന്നത്. അടുത്തത് അന്യവൽക്കരണം, അല്ലെങ്കിൽ ഏലിയനേഷൻ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. മാർക്സിൻ്റെ അടുത്ത പ്രധാനമായിട്ടുള്ളൊരു തിയറിയാണ്. ക്രിയാത്മകമായി ജോലി ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ മനുഷ്യർ യന്ത്രങ്ങൾക്ക് തുല്യരാവുന്നതാണ് അന്യവൽക്കരണം. അതായത് ഇത്തരമൊരു സമൂഹത്തിനകത്ത് ജോലികൾ ക്രിയാത്മകമല്ല എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പല വിഭാഗത്തിലുള്ള ആളുകൾ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു വിഭാഗത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് ഈ പാക്കറ്റിലാക്കിയിട്ട് പാക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും. ഇനി വേറൊരു വിഭാഗത്തിന് അതിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടൊരു വസ്തു ഉണ്ടാക്കിയിട്ട് നമ്മൾ പാക്കറ്റിലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തിയൊന്നും ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് സാധനം ഇങ്ങനെ പാക്കറ്റിൽ ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലഭിക്കില്ല. മനുഷ്യർ യന്ത്രങ്ങൾ പോലെയാവും എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ജോലി സ്ഥലം, ഉപകരണങ്ങൾ, രീതികൾ തുടങ്ങിയവ മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ജോലിയിലെ ക്രിയാത്മകത നഷ്ടപ്പെട്ട് അത് വെറും ജീവിതോപാധി മാത്രമാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജോലി സ്ഥലം, അത് ഓഫീസാണെങ്കിലും മറ്റെന്താണെങ്കിലും അവിടുത്തെ ഉപകരണങ്ങളും മറ്റൊക്കെ അവിടെ മാനേജറോ അല്ലെങ്കിൽ സൂപ്പർവൈസറോ അങ്ങനെയുള്ള ആളുകളായിരിക്കും നിയന്ത്രിക്കുന്നുണ്ടായിരിക്കുക. അവർ പറയുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യുക എന്നുള്ള രീതിയിലാണ് കുറേയേറെ തൊഴിലാളികളുടെ തൊഴിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ അവർക്ക് ക്രിയാത്മകമായിട്ടൊന്നുമില്ല, ഇങ്ങനെ പറയുന്നത് ചെയ്യുക എന്നുള്ള വരുമ്പോൾ അവർക്ക് ഇതുപോലെ ജോലിയിൽ ക്രിയാത്മകത നഷ്ടപ്പെടുന്നു. അങ്ങനെ ജോലി എന്ന് പറയുന്നത് ജീവിക്കാനുള്ള ഒരു മാർഗം മാത്രമായിട്ട് മാറുമെന്നാണ് അതിൽ പറയുന്നത്. അങ്ങനെ പ്രവൃത്തിയിൽ നിന്നും അന്യവൽക്കരിക്കപ്പെടുന്ന മനുഷ്യർ അവരവരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും അന്യവൽക്കരിക്കപ്പെടുന്നു. അങ്ങനെ ഈ ചെയ്യുന്ന ജോലിയുമായിട്ടൊരു ആത്മാർത്ഥതയും ഒരു അടുപ്പവും ഇല്ലാതാവുന്ന മനുഷ്യർക്ക് ഒരു മടുപ്പ് വരികയും പൊതുവിൽ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ എല്ലാത്തിനോടും ഒരു അകൽച്ച ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ് മാർക്സ് പറയുന്നത്. അതാണ് മാർക്സിൻ്റെ മുതലാളിത്ത സമൂഹത്തിലെ അന്യവൽക്കരണം എന്ന് പറയുന്ന തിയറിയിൽ പറയുന്നത്. ഉപഭോഗ ആസക്തി, അല്ലെങ്കിൽ കമ്മോഡിറ്റി ഫെറ്റിഷിസം. അടുത്ത തിയറിയിൽ പറയുന്നത് വസ്തുക്കൾക്ക് അതിൻ്റെ ഉപയോഗം, അതിൻ്റെ മൂല്യം എന്നിങ്ങനെ 2 സവിശേഷതകളുണ്ട്. അതായത് ഓരോ വസ്തുവിനും 2 സവിശേഷതയാണുള്ളത്. ഒന്ന്, നമ്മളത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത്. 2, അതിൻ്റെ മൂല്യം എന്താണെന്നുള്ളത്. വസ്തുക്കളുടെ മൂല്യം സൃഷ്ടിക്കുന്നതിൽ തൊഴിലിനും അസംസ്കൃത വസ്തുക്കൾക്കും ഉള്ള പങ്ക് പരിഗണിക്കുന്നില്ല. വസ്തുക്കൾ ആരാധിക്കപ്പെടുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഉപഭോഗ സംസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ ചില വസ്തുക്കൾക്ക് ഒരു വിലയുണ്ട്, കാരണം അത് ഒരു പ്രസ്റ്റീജിൻ്റെ ഭാഗമായിട്ടൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ബ്രാൻഡഡ് ഷർട്ടുകൾ, അല്ലെങ്കിൽ ബ്രാൻഡഡ് ചെരുപ്പ്, ഷൂസ്, അതല്ലെങ്കിൽ ഈ ഐഫോണ്, അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റൽസ്, അതല്ലെങ്കിൽ അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയുന്നതിൻ്റെ വിലയെ ആശ്രയിച്ചിട്ടല്ല ആ വസ്തുവിൻ്റെ വില നിശ്ചയിക്കപ്പെടുന്നത്. പകരം
അതിനൊരു പ്രസ്റ്റീജ് ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് ഇങ്ങനെ ബ്രാൻഡഡ് വസ്തുക്കൾക്ക് ഇങ്ങനെ വില കൂടുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കും. അത് അതിൻ്റെ ഉപയോഗമായിട്ടോ അതിൻ്റെ ചെലവുമായിട്ടോ ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അത് ആളുകൾ വസ്തുക്കളെ ആരാധിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നൊരു പ്രതിഭാസം എന്നാണ് പറയുന്നത്. ഉപയോഗത്തിനായല്ലാതെ അന്തസ്സിനായും വസ്തുക്കൾ സ്വന്തമാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഈ ഉപയോഗത്തിന് വേണ്ടിയല്ല, നമുക്കറിയാം ചില ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇത് എങ്ങനെ ഉപയോഗിക്കുക എന്ന് പോലും അറിയാതെ വളരെ വില കൂടിയ സാധനങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ രീതിയിൽ സ്വന്തം ഉപയോഗത്തിനല്ലാതെ മറ്റുള്ളവരെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു അന്തസ്സിന് വേണ്ടിയിട്ടൊക്കെ ആളുകൾ വസ്തുക്കളെ കാണുന്നു. അപ്പോൾ വസ്തുക്കൾക്ക് അത് നിർമ്മിക്കാൻ എടുത്തിട്ടുള്ള ചെലവ് അല്ലാതെ അതിൻ്റെ ഒരു മൂല്യം അതിൻ്റെ അന്തസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന സാഹചര്യം ആളുകൾ അത് സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെയാണ് ഈ ഉപഭോഗ ആസക്തി അല്ലെങ്കിൽ കമ്മോഡിറ്റി ഫെറ്റിഷിസത്തിനകത്ത് പറയുന്നത്. അടുത്ത പ്രധാനമായിട്ടുള്ളത് സാമൂഹ്യ മാറ്റ സിദ്ധാന്തം. അതായത് സമൂഹത്തിലെ ഉൽപാദന ബന്ധങ്ങൾ പഴയ കാലത്ത് എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, ഇന്നത് എങ്ങനെയാണ് മാറുന്നത് എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിയറിയാണ്. ആദ്യത്തേത് ഏഷ്യാറ്റിക് ഉൽപാദന രീതി. പ്രാകൃത സമൂഹത്തിൽ പൊതു ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സംവിധാനം. അതായത് വളരെ പ്രാകൃതമായിട്ട് മനുഷ്യർ വേട്ടയാടിയിട്ടും കൂട്ടം കൂടിയിട്ടൊക്കെ ജീവിക്കുന്ന സമയത്ത് അവിടെ പൊതു ഉടമസ്ഥതയാണുള്ളത്. ഒരു വേട്ടയാടാൻ പോകുന്ന കാട്, ഇത് ഇത്രയും ഭാഗം ഇന്ത്യയാണ്, ഇത്രയും ഭാഗം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ആളുകൾ പറമ്പായിട്ട് തിരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു പോലെ അവരുടെ കൃഷി സ്ഥലങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ഒരു പൊതു ഉടമസ്ഥതയിലാണ് ഉണ്ടായിരുന്നത്. അത്തരം ഒരു സംവിധാനമാണ് ഏഷ്യാറ്റിക് ഉൽപാദന രീതി. പിന്നെ പുരാതന ഉൽപാദന രീതി. ജന്മിത്തത്തിന് മുമ്പുള്ള കാലഘട്ടമാണ് അതിനകത്ത് വരുന്നത്. മനുഷ്യരെ അടിമകളായി ഉപയോഗിക്കുന്നതിന് ഉൽപാദന പ്രക്രിയയുടെ വലിയ ഭാഗമായിരുന്നു. അതായത് ജന്മിത്തത്തിന് മുമ്പ് അതുപോലെ പ്രാകൃത രീതി കഴിഞ്ഞിട്ട് വരുന്നൊരു കാലഘട്ടമാണ്. അവിടെ മനുഷ്യരെ അടിമകളൊക്കെ ആക്കിയിട്ട് ഉപയോഗിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജന്മിത്ത രീതി നമുക്കറിയാവുന്നതാണ്. ഭൂ ഉടമസ്ഥതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് മനുഷ്യർ വിവിധ വിഭാഗങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ഭൂമിയുള്ളവർ ഒരു വിഭാഗം, ഭൂമി ഇല്ലാത്തവർ തൊഴിലെടുക്കാൻ വേണ്ടി മാത്രമുള്ളൊരു വിഭാഗം, അങ്ങനെയുള്ളൊരു സംവിധാനമാണ് ജന്മിത്തത്തിനകത്ത് ഉണ്ടായിരുന്നത്. മുതലാളിത്ത രീതി നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലുള്ളതാണ്. മൂലധനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അതായത് പണമാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. ഈ ബിസിനസ്സിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ പണം മുടക്കാൻ കഴിയുക എന്നുള്ളതാണ് മുതലാളിത്തത്തിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. സമ്പത്തിന്റെ നിയന്ത്രണം ഒരു വിഭാഗത്തിൽ ചുരുങ്ങുന്നു. ഇതിന്റെ സവിശേഷത പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, സമ്പത്ത് കയ്യിലുള്ള ആളുകൾക്ക് അവരുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് ഒരു ബിസിനസ് തുടങ്ങി വെക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അവർക്കത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സമ്പത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് നടക്കുന്നുള്ള കാരണം കൊണ്ട് സമ്പത്ത് ഉള്ളവർക്ക് അത് വീണ്ടും വീണ്ടും കൂടി വരാനും അങ്ങനെ ഒരു വിഭാഗം ആളുകളിൽ മാത്രം സമ്പത്ത് കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നതാണ് മുതലാളിത്തത്തെ കുറിച്ചിട്ട് മാർക്സ് പറയുന്നത്. ഇനി ഇതിൽ അവസാനമായിട്ട് പറയുന്നത് വർഗവിരോധം, വിപ്ലവം, സോഷ്യലിസം. ഈ മുതലാളിത്തത്തിന് ശേഷമുള്ള മാർക്സിന്റെ പ്രവചനമാണ് അതിനകത്ത് വരുന്നത്. വർദ്ധിച്ചു വരുന്ന അസമത്വം വർഗങ്ങൾ തമ്മിലുള്ള വിരോധത്തിന് ഇടയാക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു വിഭാഗം ആളുകളിൽ മാത്രം സമ്പത്ത് കേന്ദ്രീകരിക്കുക, ഒരു വിഭാഗം ആളുകൾ പാവപ്പെട്ടവരായിട്ട് നിൽക്കുക. അങ്ങനെ സമൂഹത്തിൽ അസമത്വം ഉണ്ടാകുമ്പോൾ ഈ മുതലാളി വർഗവും തൊഴിലാളി വർഗവും തമ്മിൽ വലിയ വിരോധം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇത് വിപ്ലവത്തിലേക്കും സാമൂഹിക മാറ്റത്തിലേക്കും നയിക്കും. ഇങ്ങനെ സമൂഹത്തിലെ ആളുകൾ രണ്ട് തട്ടിലാവുകയും അവർ തമ്മിൽ അന്തരം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ വിപ്ലവം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ചില രാജ്യങ്ങളിലൊക്കെ വിപ്ലവം ഉണ്ടായത് ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം എന്നൊക്കെ കൊണ്ട് നമ്മൾ പല ക്ലാസ്സുകളും പഠിച്ചിട്ടുള്ളതാണ്. ഒടുവിൽ മനുഷ്യർ വർഗരഹിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥ സൃഷ്ടിക്കുമെന്ന് മാർക്സ് പ്രവചിക്കുന്നു. അപ്പോൾ മാർക്സ് പറയുന്നത് സോഷ്യലിസം എന്നുള്ള സങ്കല്പത്തെ കുറിച്ചിട്ടാണ്. മുതലാളിത്തത്തിൽ ഇങ്ങനെ സമ്പത്ത് അസമത്വമായിട്ട് ഒരു വിഭാഗത്തിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ വിപ്ലവം ഉണ്ടാവുകയും പിന്നെ പൊതു ഉടമസ്ഥത എന്ന് പറയുന്ന ഒരു സങ്കല്പമായിട്ട് സോഷ്യലിസത്തിലേക്ക് സമൂഹം പരിവർത്തനം ചെയ്യപ്പെടും എന്നാണ് മാർക്സിന്റെ പ്രവചനത്തിൽ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.